ബോണസായിട്ട് കിട്ടിയ ഒരു മോളായിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ അവളുടെ ഹെൽത്ത് കെയർ ട്രീറ്റ്മെൻറ്റ് ഡെബിക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഡെബിയാണ് പറഞ്ഞത്, നീ പോയിട്ട് വാ, നിൻ്റെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്ക്. അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കുക, ലിയാൻ്റെ കാര്യവും നോക്ക്. ലിയാന് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവന് നമുക്ക് നോക്കണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? എന്റെ തന്നെയാണ്. അമ്മയ്ക്കും അപ്പനും ഇഷ്ടം തന്നെ തന്നെ ആണല്ലേ? പക്ഷെ ഇപ്പൊ ലിയാനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ലിയാനെ അത് തന്നെ ലിയാനെ രണ്ടുപേരെയും അതാണ് നല്ലത്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതാണോ? അല്ല, ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ലിയാനെ അമ്മയ്ക്കും അപ്പനും ഇഷ്ടം തന്നെ തന്നെ ആണല്ലേ? പക്ഷെ ഇപ്പൊ ലിയാനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ലിയാനെ അത് തന്നെ ലിയാനെ രണ്ടുപേരെയും അതാണ് നല്ലത്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതാണോ? അല്ല, ആത്മാർത്ഥമായിട്ട്. ഓക്കെ, ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ കുറിച്ചായിരുന്നു ഇന്ന് ചർച്ചാ വിഷയങ്ങൾ മൊത്തം. നമ്മളും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്നടിച്ച് പറയുകയും ചെയ്തിട്ട് എൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ പോകുന്ന പോലെ ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ലൈവായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളങ്ങ് സംസാരിക്കാം. ഓക്കെ, അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് കൊടുത്തേരും, എന്നിട്ടൊരു ഹൈപ്പും കൂടെ അങ്ങ് കാച്ചിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്, പോസിറ്റീവ് ഇടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ ഫാമിലി വന്ന് സത്യം പറയുമ്പോൾ നിൻ്റെയൊക്കെ ഈ നട്ടലൊക്കെ അപ്പം ഇതുപോലെ തന്നെ കാണണം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ചെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും ആ അമ്മൂമ്മയ്ക്ക് ആ ഹാപ്പിനെസ് ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ, അത് കൊടുക്കുന്നത് ഈ കൊച്ചുമോളാണ്. ഈ ഒരു കൊച്ചുമോൾ മാത്രമായിട്ട് കൊടുക്കുന്നതാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി വെളുപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും അവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന തന്വിയുടെ അക്കൗണ്ട് ഞാൻ നോക്കിയായിരുന്നു. ആ അക്കൗണ്ടിൽ കൂടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ അഹാനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ചിലവർ ഫോളോ ചെയ്യുന്നുണ്ട്, ചിലവർ ഫോളോ ചെയ്യുന്നില്ല. അതൊക്കെയാണ്. എന്തായാലും ഒറ്റ കൂടെ പുറപ്പായിട്ടൊക്കെ നിൽക്കുന്ന ടീംസ് എല്ലായിരുന്നു സോഷ്യൽ മീഡിയ കിടന്നു. ഇതേണ്ടേ, ഞാനൊരു വീഡിയോ ആണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത്. അപ്പം അതിനകത്ത് ഈ സെർച്ച് ചെയ്ത് ഇപ്പം സിന്ധു എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. സിന്ധു ഒന്നും ഫോളോ പോലും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നോക്കിയത് ആരെയാണ്? ദിയ ഉണ്ട്, ദിയ കൃഷ്ണയുണ്ട്. പിന്നെ അടുത്ത ആരായിരുന്നു? അഹാന കൃഷ്ണയുടെ പുള്ളിക്കാരി ഫോളോ ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല. എന്തൊക്കെയുണ്ട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷാനിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇഷാനി തിരിച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ബോൾഡും അതും ഇതൊക്കെ ഭയങ്കര സ്നേഹപ്രകടനം, ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും എന്തൊക്കെയോ കൊച്ചു കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഇതിപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ ഇതിൻ്റെ ചർച്ച ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ കുറ്റക്കാരാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനമൊക്കെ സൈഡിലൊക്കെ വെച്ച് തരുമൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ തൻവിയുടെ കുറേ വീഡിയോസുകളൊക്കെ കണ്ടപ്പോൾ തൻവി തന്നെ ആണോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. ഇവർ വേറെ ലെവൽ, ഇവർ ബോക്സറൊക്കെ ആയിരുന്നു. ഓക്കെ ഇനി നമുക്കിനി കുറച്ച് പുറമോട്ട് പോകാം. ഓക്കെ, നമുക്കല്ല വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് വന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ഇന്നലെ അല്ല ഷൂട്ട് ചെയ്തത്, നേരത്തെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത പാർട്ട് 2 അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പറയൂ. രീതിയിലേ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡേ പോണ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മ കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ ക്യാൻഡേ പോയി കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത്, ഈ ക്യാൻഡേ ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള പ്രായമുള്ളവരുടെ അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം മനസ്സിലായത് അമ്മൂമ്മയൊക്കെ എന്നോട് പണ്ട് നാട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ഒരു വലിയ കാര്യം പോലും അല്ല. അമ്മൂമ്മയൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതിനാണ് ഞാൻ പണ്ടൊക്കെ ഇരുന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഓരോ കൊച്ചു കാര്യങ്ങളും പറയുമ്പോൾ നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ക്യാൻഡേ പോയി അവിടെ നിന്ന് ഈ കെയർ ഹോമിലുള്ള സ്പെഷ്യൽ നീഡ്സ് എന്ന് വെച്ചാൽ ഈ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വയ്യായ്മയൊക്കെ ഉള്ള പ്രായമുള്ളവർ കാണും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി എന്നോട് വന്ന് പറഞ്ഞത്,
പുള്ളിക്ക് കണ്ണൊന്നും കണ്ടുവിടാം. അപ്പോൾ പുള്ളി എന്നോട് പറയുക ഞാൻ നിന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, ആദ്യം ഞാൻ ഈ ഡയബറ്റീസിൻ്റെ മരുന്നും തന്നോട്ടെ, പിന്നെ നമുക്ക് എന്നെ കൊല്ലുന്ന കാര്യം ആലോചിക്കാം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഹോമിലൊക്കെ നമ്മൾ. പക്ഷെ അവൻ്റെ അവസ്ഥ അങ്ങനെയാണ്, അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ ഇരുന്ന് കരയുമായിരുന്നു, പാവം. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷമാണ് എനിക്ക് അമ്മൂമ്മ എന്നോട് ഇവിടെ പറയുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ കാര്യമായിട്ട് തോന്നാത്തത്. പിന്നെ അമ്മൂമ്മയ്ക്ക് അപ്പോൾ പിന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് എനിക്ക് അവർ തരത്തുള്ളൂ. ഇപ്പോൾ ഒരു കിലോ ചിക്കൻ മേടിച്ചാൽ പോലും അത് മൊത്തം എന്നെ തന്നെ തിരിക്കാൻ നോക്കും, അവർ പോലും കഴിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് അപ്പൂപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും ആ കാര്യം കഴിഞ്ഞു. അപ്പം ഇനി എന്തായാലും പാർട്ട് 2 പറയാം. പാർട്ട് 2 എന്ന് വെച്ചാൽ വേറെ ആരെയും കുറ്റപ്പെടുത്താനല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം. തൻവി സോഷ്യൽ മീഡിയ മൊത്തം ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ്. ഓക്കെ, ഇപ്പം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായമോ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ തൻവി ഇതിനെക്കുറിച്ച് പറഞ്ഞേനെ. അല്ല അവരെ ഉദ്ദേശിച്ചല്ല, അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലാതെ അവർ നിരപരാധികളാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഇതൊന്നും പറയുന്നില്ല പുള്ളിക്കാരി. അപ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി പറയാം. ഞാൻ ഇതുവരെ ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലിയന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ കാര്യങ്ങൾക്ക് ഞാനും ജോജിയും അന്ന് പണ്ട് പ്രശ്നമായതും ലിയനെ കാരണമാണ്. കാരണം ലിയൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ വെളിയിൽ കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് ലിയന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഒരുമിച്ചത്. കാരണം അവൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തുടങ്ങി എനിക്ക്. കാരണം കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, പക്ഷെ ഫ്രീ ആയതുകൊണ്ട് എല്ലാത്തിനും വെയിറ്റ് ലിസ്റ്റാണ്. അവൻ്റെ 2-3 ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ലിസ്റ്റായിട്ട് നിന്ന് തുടങ്ങി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 12 to 18 months ആയി. അവസാനം അവൻ്റെ പല്ലിൻ്റെ പിള്ളേർക്ക് അവിടെ പല്ലിൽ ഡെൻ്റൽ വർക്ക് പോലും ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലിസ്റ്റ്. കാരണം അവന് ഇത് ചെയ്യണമെങ്കിൽ അനസ്തീഷ്യ കൊടുക്കണം, അതിന് പോലും സെപ്പറേറ്റ് റെസ്പൈറ്റ് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിയന് കുറച്ച് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എല്ലാം ഗവൺമെൻറ്, ആശുപത്രി പോലും എല്ലാം ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും പോകുന്നത് നടക്കത്തില്ല. സോ അതിന് വേണ്ടിയിട്ടും മെയിൻ റീസൺ ഞാൻ ഇവിടേക്ക് വന്നത്, അവന് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലാകുമ്പോൾ നമുക്കൊരു ആശുപത്രി കയറണമെങ്കിൽ പോലും പോവുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, കാണുക, അത്രയും എളുപ്പമാണ്. കാനഡയിൽ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ പല്ലിന് എന്തെങ്കിലും പ്രശ്നമെന്ന് വെച്ചോ, അതിനൊരു സർജറി ചെയ്യണമെന്ന് വെച്ചോ, ഒരു റൂട്ട് കനാലോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പല്ല് ബ്രിഡ്ജില്ല, അപ്പോൾ അത് ഞാൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അവർ റെഫറൽ അയക്കും. ഈ റെഫറൽ അയച്ച് ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചാൽ റെഫറൽ അയച്ചിട്ടുണ്ട്, എപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 6 മാസം വെയിറ്റ് ചെയ്യാം, അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കാമെന്ന്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ലിയന് ഈ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് അവനൊരു CT സ്കാൻ, MRI സ്കാനൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഓൾമോസ്റ്റ് 2 years ആവാറായി. ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല. കാരണം ഫ്രീ ആണ്, സാധനം എല്ലാം ഫ്രീ ആണ്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കിട്ടത്തില്ല. എനിക്ക് കാനഡ വിട്ട് വരുന്നതിന് ആകെയുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ ഡെവിയുടെ അത്രയും ഒരു നല്ലൊരു സ്ത്രീനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പം പറയുമ്പം ഇന്നലെ മൊത്തം സോഷ്യൽ മീഡിയ കത്തിയത് എന്താണ്? അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി ജോലി കളഞ്ഞിട്ട് വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് തൻവി ആൾക്കാർ കണ്ടത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തൻവിയുടെ ഭാഗത്തും എന്താ പറയണ്ട, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നുകൊണ്ടാണ് തൻവി ഈ പറയുന്ന അമ്മൂമ്മയെ കാണാൻ വന്നത്, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? കുഞ്ഞിന് ഈ ഒരു വിഷയം വന്നുകൊണ്ട് മാത്രമാണ് ആ കൂട്ടത്തിൽ അമ്മൂമ്മയുടെ സ്നേഹം കൂടെ കാണിക്കുന്നത്. അങ്ങനെയും ചിന്തിക്കുന്ന ഒരാളുണ്ട്. ഇത് കേരളമാണ്, ഇവിടുത്തെ ആൾക്കാർക്ക് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഞാൻ നോക്കുന്നില്ല, എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൻവി ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള രീതി. വീഡിയോയ്ക്ക് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായം എനിക്ക് എവിടെ വേണമെങ്കിലും വ്യക്തമാക്കാമല്ലോ, അതുകൊണ്ട് കാണുന്നവർക്കും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അവരെ ഗ്രാൻഡ്മ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഡെവിനെ മാത്രം, ഡെവിനെ എന്നെ ബോണസ് ഡോട്ടർ എന്നാണ് വിളിക്കുന്നത്, അവൾക്ക് ബോണസ് ആയിട്ട് കിട്ടിയ ഒരു മോളായിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ അവരുടെ ഹെൽത്ത് കെയർ ട്രീറ്റ്മെൻറ്റ് ഡെവിക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഡെവിയാണ് പറഞ്ഞത് നീ പോയിട്ട് വാ, നിൻ്റെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്ക്, അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കൂ, ലിയാൻ്റെ കാര്യവും നോക്ക്. ലിയാന് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവന് നമുക്ക് നോക്കണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഇതുവരെ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവൻ്റെ ആ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡെബിയുടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്, അവർ ഒരുമിച്ച് വളർന്ന 3 വയസ്സ് തൊട്ട് ഒരുമിച്ച് വളർന്ന കൂട്ടുകാരിയുടെ ഹസ്ബൻഡിന് ക്യാൻസർ വന്നിട്ട് അത് എന്ത് ക്യാൻസറാന്ന് പോലും അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു.
കാരണം അവിടെ പോയി പ്രൈവറ്റ്ലി ചെയ്യാൻ പറ്റില്ല. അവസാനം അവർ മെക്സിക്കോ വരെ പറന്നുപോയി, ഒന്നും നടക്കില്ല, 14 മാസം വെയിറ്റ് ചെയ്ത് ഒന്നും നടക്കില്ല എന്നായപ്പോഴത്തേക്കും പോയി പറഞ്ഞു നമുക്ക് മെക്സിക്കോ പോവാം, അവിടെ എന്തോ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ പോയിട്ട് അത് നോക്കിയപ്പോഴത്തേക്കും സ്റ്റേജ് 5 ആയിപ്പോയി ക്യാൻസർ. അങ്ങനെ പുള്ളി ആരുടെ 3-4 മാസം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് വയ്യാതായിട്ട് പിന്നെ പുള്ളി അങ്ങ് മരിച്ചു. അപ്പം അതൊക്കെ ഡെബിക്ക് അറിയാം ഇവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്. കാരണം നമ്മൾ ലിയന് വേണ്ടി ഞാൻ ഓടാത്തൊരു സ്ഥലമില്ല. അവന് വേണ്ടിയിട്ടാണ് ഞാൻ 2-3 ജോലിക്ക് വരെ ഒരു സമയത്ത് പോയത്. അവർ കഴിഞ്ഞ വട്ടം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും, എക്സ്ട്രാ പണിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പം $9,000 ആയിരിക്കും എക്സ്ട്രാ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അതായത് $4,000 ടാക്സ് അടയ്ക്കും. അപ്പോഴും എൻ്റെ കയ്യിൽ ബാക്കി $5,000 ഉണ്ടല്ലോ. $5,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല, ഏകദേശം 3-5 ലക്ഷം രൂപയോളം വരും. അത് എക്സ്ട്രാ കിട്ടുന്ന പൈസയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി തന്നെയാണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അവർക്ക് നല്ലൊരു വീട്, കാര്യങ്ങൾ, ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കുട്ടിക്കും പിന്നെ അതുപോലെ തന്നെ അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമാണ്. അതെനിക്ക് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അമ്മൂമ്മയുടെ ആ സംസാര രീതിയാണെങ്കിൽ പോലും ഈ പറയുന്ന അമ്മൂമ്മയ്ക്ക് ഈ പറയുന്ന കൊച്ചുമോളെയാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ അവരുടെ മകനെ. നമ്മൾ വീണ്ടും ഞാൻ ഒരുമിച്ച് കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും അവിടെ ആശുപത്രി എന്തെങ്കിലും സമയത്ത് കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. സെക്കൻഡ്ലി അപ്പോൾ അമ്മൂമ്മയുടെ കാര്യം നോക്കാം, മോൻ്റെ കാര്യം നോക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഓക്കെ അവൻ്റെ ലൈഫ് നമ്മൾ നശിപ്പിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവന് നാളെ ഭാവിയിൽ ഇപ്പം അഥവാ ഈ അമ്മൂമ്മയുടെ കാര്യങ്ങളൊന്നും സെറ്റായില്ല, അമ്മൂമ്മയുടെ ചിറ്റുകളിലനുസരിച്ചുള്ള വീട്ടിലെ ജോലിക്ക് നിൽക്കാൻ ഒരാളോ ഒന്നും ഇല്ലെങ്കിൽ, പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഹോം നഴ്സിനാണ് ഞാൻ പൈസ കൊടുത്തത്. പക്ഷെ ഹോം നഴ്സിനല്ല, ജോലിക്ക് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പൈസ കൊടുത്തത്. ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ അമ്മൂമ്മയ്ക്ക് പൈസ അടിച്ചു കൊടുക്കും, അമ്മൂമ്മ ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും. കാരണം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇത്ര രൂപ ഒരു മാസം, ചില സമയത്ത് അമ്മൂമ്മയുടെ എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാകുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ അയച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കും. എല്ലാം എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ബാക്കിയെല്ലാം സ്വന്തമേ അവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം അങ്ങനെ എന്തായാലും ലിയാൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം. അവൻ്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇമർജൻസിയിൽ പോയി ഒരു എമർജൻസി ആയിട്ട് നമ്മൾ സാധാരണ ആശുപത്രി പോകുമ്പോൾ ആദ്യമേ നമ്മുടെ അടുത്തകത്ത് കേട്ടത്തില്ലേ. കുഞ്ഞിന് 5 ദിവസമായിരുന്നപ്പോൾ ഇമർജൻസി അവർക്ക് 42 ഡിഗ്രി എന്തോ ഉണ്ടായിരുന്നു അന്ന് ടെമ്പറേച്ചർ, അത്രയും കൂടി. അപ്പം ഞാൻ ടെൻഷനായി. അങ്ങനെ ഞാൻ നമുക്ക് 811 അവരുടെ കോൾ വിളിക്കാൻ പറ്റും. അവരെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് 5 ദിവസമുള്ള ആശുപത്രി കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നീ നാളെ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ യോജിക്കും ടെൻഷനായി. അപ്പോൾ ഞാൻ ലിയാൻ്റെ കൂടെ നിന്ന് യോജി കൊച്ചിനെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് 5 മണിക്കൂർ ഇരുന്ന് 5 മണിക്കൂർ കൊച്ചു കരച്ചിലും, കൊച്ചിന് പാല് ഞാൻ കൊടുത്തു വെച്ച് പമ്പ് ചെയ്ത പാല്, കൊച്ചു കരച്ചിലും കാര്യങ്ങളായിരുന്നു. എന്നിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരൊന്ന് നോക്കിയിട്ട് ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടങ്ങ് വിട്ടു. അവരെന്താന്ന് പോലും നോക്കിയില്ല. അപ്പോൾ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമിൽ അധികം, അതായത് അവർ ഷോർട്ട് സ്റ്റാഫ്ഡാണ്, അവർക്ക് സ്റ്റാഫ് കുറവാണ്, എന്നാൽ ആൾക്കാർ കൂടുതലുമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ലിയന് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം ഇനി അവൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നോക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മാസമാണ് അവൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവന് ശരിക്കും പറഞ്ഞാൽ അവനോട് സമ്മർ വെക്കേഷൻ പോലും ഇല്ലായിരുന്നു. അവന് സ്കൂൾ അടയ്ക്കാൻ പോയത് ജൂൺ 28 മൺഡേ എന്നായിരുന്നു, ജൂൺ 29 അല്ലേ തോന്നുന്നു. ഇന്നിപ്പോൾ എന്താ, ഇന്ന് സാറ്റർഡേ, ജൂൺ 29 മൺഡേ. അതായിരുന്നു അവൻ്റെ ലാസ്റ്റ് ഇയർ സ്കൂള്. അതുവരെ അവൻ അവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല. കാരണം ഓൾറെഡി അവൻ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തായിരുന്നു. ഇവിടുത്തെ സ്കൂളിൽ ഓൾറെഡി അവൻ 20 ദിവസം ലേറ്റായിട്ടാണ് വന്നത്. സോ ഈ നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആണ് ഒന്നെങ്കിൽ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഹാഫ് ഡേ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സ്കൂളിൽ വിടത്തില്ല. അങ്ങനെ കുറച്ച് മെഡിക്കൽ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല മോനും മോളും കനേഡിയൻ സിറ്റിസൺസാണ്. അവർ ഇനി വലുതായിട്ട് നമ്മൾ അഥവാ പോയില്ല എങ്കിൽ അവരുടെ ലൈഫ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അവർ വലുതായി 18 വയസ്സായതും അവർക്ക് ക്യാൻറ്റീനിൽ എപ്പോൾ വേണമെങ്കിലും കയറിപ്പോൾ. അവർക്ക് എനിക്ക് 2030 വരെ ഇതുണ്ട്, PR കാർഡുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോവാം. അതേപോലെ എനിക്ക് പിന്നെ പുതുക്കാനും പറ്റും. വാലിഡ് റീസൺ മെഡിക്കലാണെന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കയറി പോകാനും പറ്റും. പിന്നെ അവൻ എപ്പോൾ വേണമെങ്കിലും കയറി പോവാം, മോക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോവാം. അപ്പോൾ അവരുടെ ലൈഫ് സെറ്റാണ്. ലിയൻ OCA കാർഡായി, മോക്ക് ഞാൻ വിസ എടുത്ത് വന്ന് കാണും. അമ്മൂമ്മ ബ്ലഡ് പ്രഷർ കൂടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ OCA കാർഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തില്ല. കൊച്ചിൻ്റെ പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ പോലും തന്നെ ഒരിക്കൽ ഫോട്ടോ എടുത്ത് അവർ കാൻഡിഡേറ്റ് റിജക്ട് ചെയ്ത് അവളെ കണ്ണ് തുറന്ന്
ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്, ജനിച്ച കുഞ്ഞിനോട് പറയാൻ പറ്റിയ കാര്യമാണ്. അങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ അവളെ ഉടുപ്പിൻ്റെ അകത്തൊക്കെ കൈവച്ച് അവളെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ഏതോ ഒരു ആംഗിളിൽ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അവളുടെ ഒരു ഫോട്ടോ കിട്ടി. അങ്ങനെയാണ് അവളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ വന്നത്. സോ എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് ഓടിക്കാൻ. അത് മാത്രമല്ല അവിടെ സോ അതാണ് റീസൺ ഗൈസ്. മെയിൻലി ഞാൻ വന്ന ലിയന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് റീസൺ, ഫസ്റ്റ് റീസൺ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടും, സെക്കൻഡ് ലിയൻ്റെ കാര്യങ്ങൾ നോക്കാൻ. കാനഡയിൽ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ഒരു കാര്യവും നടക്കത്തില്ല. അവസാനം അവൻ്റെ ഞാൻ ആക്ച്വലി ഒരു ക്ലിപ്പ് ഇടാൻ നോക്കും. ഓക്കെ, ആ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നില്ല, കുഞ്ഞിൻ്റെ അല്ലേ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മെയിനായിട്ട് അമ്മൂമ്മയുടെ പിന്നെ ഈ പറയുന്ന ആ കൊച്ചൻ്റെയും കാര്യമാണെന്ന് അവർ പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് എപ്പോഴും തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. മനസ്സിലായി. ഇപ്പോൾ അവിടെ കാനഡയിൽ ഇത്രയും ദിവസം ഒക്കെ അറിയാലോ, ഒരു മെഡിക്കലിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുഞ്ഞിന് വേണ്ടി നാട്ടിൽ വരുന്നു, ആ കൂട്ടത്തിൽ അമ്മൂമ്മയും കൂടെ നോക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും കണക്കാണ്. അവരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു സംസാരം. കാരണം പുള്ളി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നുമില്ല. അപ്പം ഇതിൻ്റെ ഒരു എനിക്ക് തോന്നി ഈ വീഡിയോ 2 ദിവസം മുമ്പ്, ഇത് ഫുള്ള് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 ദിവസം മുമ്പ് അങ്ങനെ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. കാരണം ഇന്നലത്തെ കോൺട്രവേഴ്സിയുടെ ഇന്നലത്തെ വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഞാൻ ഈ ഒരു വീഡിയോ ലൈവായിട്ടാണ് ചെയ്തത്. ഞാൻ നേരത്തെ കണ്ട് ഒരു പ്ലാനിങ്ങിലൂടെ ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ പോലെ ഞാനും ഇരുന്നത് സാധാരണ പോലെ ഇരുന്ന് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇത് അത്ര വലിയ ആന കണ്ടൻറ്റൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ.